വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി ദില്ലിയിൽ നിന്നുള്ള സിബിഐ സംഘം കേരളത്തിലെത്തി. സിബിഐ സംഘം എത്തിയതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു സിദ്ധാർത്ഥന്റെ അച്ഛന്റെ പ്രതികരണം. അതേസമയം അന്വേഷണം എത്രയും വേഗം സിബിഐക്ക് കൈമാറണമെന്ന കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി. സിബിഐ അന്വേഷണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് സിദ്ധാർത്ഥിന്റെ അച്ഛന്റെ ഹർജി ഹൈക്കോടതി പരിഗണിച്ച ദിവസം തന്നെയാണ് സിബിഐ സംഘം കേരളത്തിലെത്തിയത്. മരണത്തിലെ ദുരൂഹത നീക്കാനുള്ള വിവരങ്ങൾ പ്രാഥമികമായി സംഘം ശേഖരിക്കും. സിബിഐ എത്തിയതിൽ സന്തോഷമുണ്ടെന്നും സിബിഐയിൽ പ്രതീക്ഷ ഉണ്ടെന്നുമായിരുന്നു സിദ്ധാർത്ഥിന്റെ അച്ഛന്റെ പ്രതികരണം. തെളിവ് നശിപ്പിക്കപ്പെടും മുന്നേ അന്വേഷണം വേണമെന്നായിരുന്നു ആവശ്യമെന്നും സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറഞ്ഞു. സിബിഐ അന്വേഷണത്തിനായുള്ള വിജ്ഞാപനം ഉടൻ ഇറക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ച ഹൈക്കോടതി വിജ്ഞാപനം കേന്ദ്ര സർക്കാർ കോടതിയിൽ ഹാജരാക്കണമെന്നും നിർദ്ദേശിച്ചു. ഹൈക്കോടതിയുടെ ഉത്തരവിനെ സിദ്ധാർത്ഥിന്റെ പിതാവ് സ്വാഗതം ചെയ്തു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വൈകുന്നതിൽ ആരാണ് ഉത്തരവാദിയെന്ന് ഹൈക്കോടതി ചോദിച്ചു. അന്വേഷണം സിബിഐക്ക് വിട്ട മാർച്ച് 9 ആഭ്യന്തര വകുപ്പ് വിജ്ഞാപനം ഇറക്കിയെന്ന് സംസ്ഥാന സർക്കാർ വിശദീകരിച്ചു. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയാൽ അന്വേഷണം ആരംഭിക്കാമെന്ന് സിബിഐ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, തിരുവനന്തപുരം.